കഴിച്ച് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവനെയും കൊണ്ട് ഇനിയിപ്പം നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എൻ്റെ ഷെഡിലോട്ടാക്കി നേരെ ഷെഡിലെ പണിയെല്ലാം തീർന്നു കേട്ടോ. അവിടെ അത് നമ്മുടെ പഴയ ഓൾഡ് ഷെഡായിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് ഇവനെ കൊണ്ടുപോവുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി നാളെ നമ്മൾ ഇവനെ ലൈറ്റ് വർക്കിനും പെയിൻറ്റ് വർക്കിനൊക്കെ ഇറക്കും. അതൊക്കെ വേണ്ട ഇതിൽ പോകുമായിരിക്കും. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ നടന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരുപാട് കാലമായി നമ്മുടെ Z1 ആണെന്ന് തോന്നുന്നു. Z1 ഓടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ Z ഒട്ടിക്കാമെന്ന്. കാരണം Z ഓടിച്ചിട്ട് ഒരുപാട് കാലമായി ഗൈസ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു വന്നാൽ പിന്നെ Z വണ്ടി തന്നെ ഇറക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അകം വരികയാണെങ്കിൽ അത് ഇൻറ്റീരിയർ വരികയാണെങ്കിൽ ഭയങ്കര സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ക്യാബിൻ വരികയാണെങ്കിൽ ഭയങ്കര സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഒന്നും ചെയ്തില്ല. നമുക്കിനി ഇതിനകത്ത് ഒരുപാട് പണിയൊക്കെ ഡാഷ് ബോർഡിൻ്റെ പണിയും കുറച്ച് സ്പോഞ്ചിൽ പരിപാടിയൊക്കെ നടത്തണം. അപ്പോൾ നമ്മൾ ഷെഡിലെത്തി. പക്ഷേ ഈ ഷെഡിലൂടെ എൻ്റെ വണ്ടി കയറില്ലടാ. അതുറപ്പാണ്. നമുക്ക് മരം കയറ്റിയിട്ടേക്കാം അല്ലേ. മരം കയറ്റിയിട്ട് നമുക്ക് നൈസിന് കയറ്റിയെടുത്തേക്കാം. ഓക്കെ, നമ്മൾ നൈസിന് കയറ്റിയെടുക്കുക കേട്ടോ. തട്ടിയില്ലല്ലോ. നൈസിന് കയറ്റി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇല്ല ഗൈസിലെ കൂടെ കയറുന്നൊരു പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം. വണ്ടി അങ്ങ് റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ വേറെ ഷെഡിൽ കൊണ്ടുപോകാം. ഇത് നമ്മൾ ഓരോരോ ആടി കയറ്റി ഇടാറാണ് പതിവ്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് വണ്ടി തട്ടാതെ എടുത്തുകൊണ്ട് പോകും. ഇല്ല, ഇവിടെ കയറ്റാം അല്ലേ. ഇവിടെ കയറ്റാൻ പറ്റും. കാരണം സുഖമായിട്ട് ഇവിടെ ഓടിക്കും. ഓക്കെ, നമ്മളെന്താ പറഞ്ഞാൽ വണ്ടി നൈസിനെ കയറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ദിവസം എടുക്കില്ലല്ലോ വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ നാളെ രാവിലെയൊക്കെ നമുക്ക് വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ വണ്ടി നമുക്ക് ഇത്തിരി ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോയി കിടത്തി ഉറങ്ങട്ടെ. അങ്ങനെ കഴിച്ച് ഞാനൊരു 10-15 മണിക്കൂർ കിടന്ന് ഉറങ്ങി. അതായത് മീൻസ് ഞാനിപ്പം സമയം പറയുന്നത് 4 മണിയായി. ഈ 4 മണി വരെ ഞാൻ കിടന്നുറങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4 മണി വരെ കിടന്നുറങ്ങി. ഇനിയിപ്പം നമുക്ക് വണ്ടി റെഡിയാക്കാനായിട്ട് പോകണം. ഇപ്പം 4 മണിയാണ് സമയം വരുന്നത്. ഇപ്പം 4 മണി ആയി. ഇനിയിപ്പം അവന്മാർ ഷെഡ് തുറക്കേണ്ട ടൈം കഴിഞ്ഞു കേട്ടോ. അവന്മാർ 3 മണി 2 മണിയാകുമ്പോൾ തന്നെ തുറക്കും. ഞാൻ എത്തി. ഇതിലൂടെ അവന്മാർക്കെതിരെ അവന്മാർ ചായയൊക്കെ കുടിച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താമസിപ്പിച്ചത്. ഓക്കെ, നമുക്ക് എന്താ പറയുക, വണ്ടി എടുത്തങ്ങ് നേരെ അങ്ങ് വിട്ടേക്കാം. ഇപ്പോൾ ഇവിടുന്ന് അധികം ദൂരം ഇല്ല. ഏതാണ്ട് 10-15 മീറ്ററേ ഉള്ളൂ. എന്താ പറയുക, ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ എൻ്റെ ഷെഡിൻ്റെ അടുത്തായിട്ടാണ് ഇവന്മാർ ഇത് വരുന്നത്. അപ്പോൾ അധികം സമയം എടുക്കില്ലായിരിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. അധികം സമയം എടുക്കില്ലായിരിക്കും ഗൈസ്. ഒരു 10-15 മണിക്കൂർ അല്ലെങ്കിൽ 10-15, അതായത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ എടുക്കില്ലായിരിക്കും അല്ലേ. നോക്കാം ഗൈസ് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ അവൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അതാ ഇതിലേ കൂടെ പോകുമ്പോൾ അല്ലേ. ഇവിടെ തന്നെ ഞാൻ ഷോപ്പിൻ്റെ കാര്യമൊക്കെ മറന്നു. ഇവൻ്റെ ഷോപ്പിൽ പണ്ടെപ്പോഴാണ് എൻ്റെ ഒരു BM റീസ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകുക. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ, അതായത് എൻ്റെ ഷോപ്പിലല്ലേ പോകാറുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഇവൻ്റെ ഷോപ്പിലോട്ടൊന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവൻ ചെയ്തു തരും. അത് നമ്മൾ പൈസ കൊടുക്കും കൈസ്. അവൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. കാരണം ഇത്രയും വില പിടിച്ചൊരു വണ്ടി, അതായത് മീൻസ് ഇത് ഏതാണ്ട് 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ഞാൻ മേടിച്ചാണ് ഈ വണ്ടി. ഞാൻ കൃത്യം ഞാനിത് ഓർക്കുന്നില്ല. ഈ വണ്ടി ഒരു 3 ലക്ഷം 2 ലക്ഷം ആവും. അപ്പോൾ ഇത്രയും വണ്ടി ഒരു ലൈറ്റ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതൽ എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണ്ടല്ലേ. ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എത്താൻ പറ്റും അല്ലേ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം, കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്കിനിപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ അല്ലേ. കുറച്ചുകൂടെ പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടി ഷെഡിലോട്ട് എത്തുന്നേ ഉള്ളൂ കേട്ടോ. സമയം എടുക്കും ഗൈസ്. ഞാൻ ഷെഡിലോട്ട് എത്തിക്കാനായിട്ട് സമയം എടുക്കില്ലായിരിക്കാം. പക്ഷേ വണ്ടി നമുക്ക് ഇങ്ങനെ എത്തിക്കണമല്ലോ. പെട്ടെന്ന് ആയിക്കോട്ടെ. ഇവിടെ ഇതിലെ കൂടെ കുറേ ഇടവഴിയാണെന്ന്, അതാണ് എനിക്ക് ടെൻഷൻ. ഞാൻ ബ്രേക്ക് പിടിച്ച് പോണേ. ഞാൻ വിചാരിക്കും അതിലെ കൂടെ ആയിരിക്കും. പക്ഷേ ഫ്രണ്ടിൽ എനിക്ക് മാപ്പിൽ കാണാം ഗൈസ്. മാപ്പിൽ എവിടെയാണ് അത് വരുന്നതെന്ന് എനിക്ക് കാണാം. ഓക്കെ, ഷെഡ് ഇതോ അവിടെ കാണാം എനിക്ക്. അതുവഴി കയറായിരുന്നു. ഇപ്പം നമ്മൾ കണ്ട വഴി എനിക്ക് കയറാമായിരുന്നു. പക്ഷെ ഞാൻ ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ റിപ്പയർ ഷോപ്പ് എത്താറായെന്ന് തോന്നുന്നു.
ഓക്കെ ഓക്കെ എത്താറായില്ലല്ലോ ഇനിയുണ്ടോ ദൂരം ഇനിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം കിട്ടുമായിരിക്കും ഇതെന്താടാ ഇത്ര താമസം എത്തി നമ്മുടെ റീപ്പർ ഷോപ്പ് എത്തി നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു അവൻ അകത്താണായിരിക്കും നമുക്ക് വണ്ടി വർക്കിന് മാത്രമല്ലേ കേസ് നമ്മൾ വണ്ടി അകത്തോട്ട് കിട്ടുള്ളൂ നമുക്ക് ഇങ്ങോട്ട് കയറ്റി ഇട്ടേക്കാം വലിയ ഇഷ്യൂ ഇല്ലാതെ കയറ്റി ഇട്ടേക്കാം ഓക്കെ വലിയ കുഴപ്പമില്ലാതെ വണ്ടികൾ കയറ്റി ഇട്ടിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇനി വരണം ഇപ്പോൾ വണ്ടി അപ്പോഴേക്ക് റെഡിയാക്കി ഇട്ടിരിക്കും അപ്പോൾ ഗൈസ് എന്താ നമ്മുടെ ചെറിയൊരു വീഡിയോ തുടരാനായിട്ട് വീണ്ടും വരാം ബൈ